ഓക്കെ, അപ്പൊ പത്രം നമ്മുടെ മിത്രം. ഓക്കെ, ഫെയ്ത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തോന്നാലേ വായിച്ചോ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിപ്പിച്ചു വരെ. പാഠം 17. പത്രം നമ്മുടെ മിത്രം. പ്രഭാതം വിടർന്നു വരുന്നതേ ഉള്ളൂ. മുറ്റത്തൊരു സൈക്കിളിന്റെ മണിയാടം. അത് പത്രക്കാരൻ്റെതാണ്. അടുത്ത നിമിഷം ഒരു പത്രം വരാന്തയിലേക്ക് പാളി വീണു. സജിമോൻ ഓടിച്ചെന്ന് പത്രം എടുത്തു. അവൻ അത് ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴത്തേക്കും അച്ഛൻ പിന്നാലെ കൈയും നീട്ടിയെത്തി. തൊട്ടു പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും. ആകാംക്ഷയോടെ ഒന്നാം പേജിലെ രാഷ്ട്രീയവും ഭരണപരവുമായി പ്രധാന വാർത്തകളിൽ അച്ഛന്റെ മിഴികൾ ആർത്തിയോടെ പരത്താൻ തുടങ്ങി. ആ ഉള്ളിലെ പേജിങ്ങു തന്നെ അച്ഛാ, എന്റെ പരീക്ഷ ഫലം ഉണ്ടെന്ന് നോക്കട്ടെ. ചേച്ചി ഉള്ളിലെ താളുകൾ പിടിച്ചു വാങ്ങി അകത്തേ കോടി. ആ സ്പോർട്സ് പേജ് ഒന്ന് കാണട്ടെ ചേച്ചി. സജിമോൻ ചേച്ചിയോട് പിന്നാലെ ചെന്ന് ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങൾ അറിയാൻ ആണ് അവന് തിടുക്കം. വീട്ടമ്മയെ കൊന്ന കവർച്ച നടത്തിയ ഇന്നലത്തെ കേസിലെ പ്രതികളെ കിട്ടിയോ ആവോ? ആ പത്രമൊന്ന് നോക്കട്ടെ. അമ്മയും പത്രത്താളിൽ പിടികൂടി. അത്ര വരെ പഠിച്ചു നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? പ്രഭാതം പൊട്ടുവീണെന്ന് പറഞ്ഞു. പ്രഭാതം എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ അല്ലേ? ഒരു സൈക്കിള് മണി കേട്ടു ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ പത്രം നമ്മുടെ മുറ്റത്തേക്ക് വന്ന് വീഴും അല്ലെ? പാളി വീണു. സജിമോൻ ഓടിച്ചെന്ന് പത്രം എടുത്തു. അപ്പൊ അവനത് ജിജ്ഞാസയോടെ, ജിജ്ഞാസ പറഞ്ഞ എന്താ അർത്ഥം? അറിയാനുള്ള ആഗ്രഹം. ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴേക്കും അച്ഛൻ പിന്നാലെ കയ്യും നീട്ടിയെത്തി. തൊട്ട് പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും ആകാംക്ഷയോടെ അല്ലെ? അതിലെന്താ ഉള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ. ഒന്നാം പേജിലെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രധാന വാർത്തകളിൽ അച്ഛന്റെ മിഴികൾ എന്താർത്ഥം? മിഴി എന്താർത്ഥം? ഈ പേജിലൂടെ എന്റെ മിഴികൾ കടന്നു പറഞ്ഞ എന്താ? മിഴി പറഞ്ഞ എന്താർത്ഥം? ഇപ്പൊ ഷോണിന്റെ മിഴികൾ ആ പേജിലൂടെ കണ്ണുകൾ. മിഴികൾ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നാണ് അർത്ഥം. ആർത്തിയോടെ പരതി അല്ലെ? പരതാൻ തുടങ്ങി. ആ ഉള്ളില് അപ്പൊ അത്രയും അതിൽ അർത്ഥമുണ്ട് കേട്ടോ. ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം, ആകാംക്ഷ അത്ഭുതം അല്ലെ? അത്ഭുതത്തോടെ, അല്ലെങ്കിൽ ആകാംക്ഷ പറഞ്ഞ എന്താർത്ഥം? സംഭവിക്കുന്ന അറിയാനുള്ള തിടുക്കം അല്ലെ? അതന്നെ അത്ഭുതം അല്ലെങ്കിൽ ആകാംക്ഷ. മിഴികൾ കണ്ണുകൾ, ആർത്തിയോടെ കൊതിയോടെ പരതി. ഇത്രയും അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ അതില്. ഇനി അടുത്ത പാരഗ്രാഫ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അങ്ങനെ ഓരോരുത്തരും സ്വന്തം താല്പര്യമനുസരിച്ച് പത്രവാർത്തകളിൽ അറിയാൻ ബന്ധപ്പെടുകയായി. ഉണർന്നാൽ ബെഡ് കോഫിയോടൊപ്പം പത്രവാർത്തകളും അറിയുക എന്നത് പൊതുവെ നമ്മുടെ ഒരു രീതിയായി തീർന്നിരിക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്. പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളത് എന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പത്രങ്ങൾക്ക് നമ്മുടെ നിത്യജീവിതത്തില്, ദൈനംദിന ജീവിതം എന്ന് പറഞ്ഞാൽ നിത്യജീവിതം അല്ലെ? ദിനത്തില് നിത്യമുള്ള ജീവിതത്തില് വളരെ പ്രാധാന്യമാണ് ഉള്ളത് എന്നാണ് അർത്ഥം അല്ലെ? എന്തുകൊണ്ടാ? ഓരോരുത്തരും സ്വന്തം താല്പര്യമനുസരിച്ച് പത്രവാർത്തകൾ അറിയാൻ ബന്ധപ്പെടുക അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും എനിക്കും അറിയണം എന്നുള്ള ഒരു തിടുക്കം. രാവിലെ ആയിരിക്കും അതിനുള്ള അടി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ ആ പത്രം ഇങ്ങനെ അവിടെ കിടന്നാലും ആർക്കും ആവശ്യം ഉണ്ടാവില്ല. ഉണർന്നാൽ ബെഡ് കോഫിയോടൊപ്പം അല്ലെ? രാവിലെ നമുക്കൊരു ബെഡ് കോഫി ഉണ്ട്. അപ്പൊ അതിനോടൊപ്പം പത്രവാർത്തകളും അറിയുക എന്നത് പൊതുവെ നമ്മുടെ രീതിയായി തീർന്നിരിക്കുന്നു അല്ലെ? ഒരു രീതി. അത് ആദ്യം തന്നെ ആ പേപ്പർ ഒന്ന് കാണണം, അതിലത്തെ ഹെഡ് ലൈൻസ് എല്ലാം ഒന്ന് കണ്ണോടിക്കണം അല്ലെ? അതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ ന്യൂസുകൾ അതിരാവിലെ നമുക്ക് അറിയുന്നതിനാണ് താല്പര്യം. അതേ സാധനം വൈകുന്നേരം വരെ എവിടെ കണ്ടാലും പിന്നെ നമുക്ക് വലിയ ആർത്തിയൊന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പോ അങ്ങനെ ഒരു രീതിയായി തീർന്നിരിക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്, ദിനം പ്രതിയുള്ള ജീവിതം അല്ലെ? പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളതെന്ന് ഇനി പ്രത്യേകം വേണ്ട, അത്രയും സ്വാധീനം അറിയിക്കുന്നുണ്ട് അല്ലെ?
പത്രങ്ങൾ. വർത്തമാന പത്രത്തിനോടുള്ള ഈ കമ്പത്തിന്റെ രഹസ്യം എന്താണ്? അല്ലേ, ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ അതിൽ പറയുന്നുണ്ട് എന്ത്? വിശേഷങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ സഹജ വാസന തന്നെ, അല്ലേ? പ്രത്യേകിച്ച് ന്യൂസുകൾ അറിയാനുള്ള മനുഷ്യന്റെ സഹജ വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മവാസന, അല്ലെ? നമ്മുടെ സഹജമായിട്ടുള്ള വാസന തന്നെയാണ് അതിന് കാരണം. എഴുത്തും വായനയും അറിയാതിരുന്ന പുരാതന കാലത്തും മനുഷ്യർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോഴെല്ലാം വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആശയവിനിമയത്തിന്റെ അനുക്രമമായ വികാസ പരിണാമമാണ് പത്രങ്ങളെന്ന് ചുരുക്കി പറയാം, അല്ലെ? ആദ്യകാലങ്ങളിൽ എഴുത്തും വായനയൊക്കെ അറിയാതിരുന്ന സമയത്ത് എന്തായിരുന്നു? വിശേഷങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ വിശേഷങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും, അല്ലെ? അങ്ങനെയുള്ള ആ ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിന്റെ എന്ത്? അനുക്രമമായ പറഞ്ഞ എന്താ അനുക്രമം എന്ന് പറഞ്ഞ അർത്ഥം? എല്ലാം തുടർന്ന് പോകുക, ക്രമത്തോടെയുള്ളത്, അല്ലെ? അനുക്രമമായ വികാസ പരിണാമമാണ് എന്ത്? വികാസ പരിണാമം എന്ന് പറഞ്ഞാൽ വികാസം എന്ന് പറഞ്ഞാൽ വികസിക്കല്, അല്ലെ? വലുതാവല് എന്നർത്ഥം. പരിണാമം മാറ്റം, അല്ലെ? അതിന്റെ ഒരു മാറ്റമാണ് എന്ത്? പത്രങ്ങൾ എന്ന് ചുരുക്കി പറയാം. ആദ്യം എങ്ങനെയായിരുന്നു? നമ്മൾ സംസാരത്തിലൂടെയായിരുന്നു വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്തായത്? പത്രങ്ങൾ എന്ന് അത് അതിന്റെ ഒരു മാറ്റമാണ്. വികസിച്ചുകൊണ്ടുള്ളൊരു മാറ്റമാണ് എന്ത്? പത്രങ്ങൾ എന്ന് ചുരുക്കി പറയാം. അതാണ് ആ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്ക് കഴിഞ്ഞു, അല്ലെ? ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്ക് കഴിഞ്ഞു. ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും സമരാവേശവും ത്യാഗസന്നദ്ധതയും ഉണ്ടാക്കി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. എന്താ പറഞ്ഞത്? ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിനിമയം, കൈമാറ്റം ചെയ്യുന്നത്. ആശയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പൊ ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമര കാലത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എങ്ങനെ? ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും, രാജ്യത്തോടുള്ള സ്നേഹം, പിന്നെന്താ? സ്വാതന്ത്ര്യബോധം. എങ്ങനെയാണ്? സ്വതന്ത്രമായ ഒരു ബോധം, നമുക്ക് സ്വാതന്ത്ര്യമായാലും എങ്ങനെയാണെന്നുള്ളത്. സമരാവേശം, അല്ലെ? സമരത്തോടുള്ള ആവേശം. ത്യാഗസന്നദ്ധ, എന്ത് ഉപേക്ഷ? ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉപേക്ഷിക്കല്. ഉപേക്ഷിക്കാനുള്ള ഒരു സന്നദ്ധത, അല്ലെ? സന്നദ്ധത ഉണ്ടാക്കി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു, അല്ലെ? ന്യൂസുകൾ വായിച്ചാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ആയത്. അപ്പൊ അത് പത്രങ്ങൾ അതിന് വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങി ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി പത്രങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു, അല്ലെ? അപ്പൊ അവരുടെ ആ ഒരു ആവേശവും ധൈര്യവും ഒക്കെ നമുക്കും കൂടെ അത് വായിക്കുമ്പോൾ നമ്മളിലേക്ക് പകർന്നു കിട്ടും. അപ്പോ ഉത്തേജിപ്പിക്കുന്നതിനെ പത്രങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങളാണ്, അല്ലെ? എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുക, പണമില്ലാത്തവരാക്കുക, പാപ്പരാക്കുക. നമ്മുടെ പൈസയൊക്കെ അവർ ഊറ്റിട്ട് കൊണ്ടുപോകും, അല്ലെ? പാപ്പരാക്കുകയും നശിപ്പിക്കുക പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രാജ്യം അവര് നശിപ്പിക്കുന്നു ചെയ്തുവെന്ന് സാധാരണക്കാരെ, അല്ലെ? ഏറ്റവും അടിത്തട്ടിലുള്ളവരെ എങ്ങനെ ബോധവാന്മാരാക്കാം നമ്മുടെ പത്രങ്ങൾക്ക്, അങ്ങനെയാണ് പത്രങ്ങളിലൂടെയാണ് അതിന് കഴിഞ്ഞത്. ബ്രിട്ടീഷ് അവരുടെ ഭരണത്തിനെതിരായിട്ട് എന്ത്? സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും. ആവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേശം ഉണ്ടാവാറില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ജയിക്കാനൊക്കെയുള്ള ആവേശം? എന്നാ അതിനെ പറയാ? അതിന്റെ മീനിങ് അറിഞ്ഞൂടാ.
മിസ് ഇപ്പൊ ഒരു ടീം ഒക്കെ ജയിച്ച് ആ കാണുമ്പോഴൊക്കെ ഉള്ള ആവേശം. അതെ, അതാണ് ആവേശം. ആവേശത്തിന് പ്രത്യേകിച്ച് എന്താ പറയുക ഇപ്പൊ അർത്ഥം? സന്തോഷം. സന്തോഷവും അല്ല, വല്ലാത്തൊരു എന്താ ധൃതി. നമ്മൾ എങ്ങനെയാ ഫസ്റ്റ് ആവുകയെന്ന് ചിന്തിക്കുന്നതിന് ആവേശം അല്ലേ? മനസ്സിലായല്ലോ സംഭവം എന്നാന്ന്? ആത്മവീര്യം. എന്ത് ആത്മവീര്യം എന്ന് പറഞ്ഞാല് സ്വന്തം ഇതിനോട് ഒരു വീര്യം, ഇങ്ങനെയാ വീര്യത കാണിക്കാനുള്ള ഒരിത്, ആത്മവീര്യം. പിന്നെയോ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങൾ. അപ്പൊ പത്രങ്ങളിലെ ഓരോ ന്യൂസുകൾ വായിക്കുമ്പോൾ നമുക്ക് ചില ധീരസാഹസിക കഥകളെല്ലാം വായിക്കുമ്പോൾ ഉണ്ടാവൂലേ, അതുപോലെ പത്രങ്ങളിലേക്കൂടെ നമുക്ക് എങ്ങനെയാ ആവേശവും ആത്മവീര്യവും തന്നു എന്നർത്ഥം സ്വാതന്ത്ര്യ സമരകാലത്ത്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വളർച്ചയിലും പത്രങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു അല്ലെ? വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സതി, സതി അറിയോ? എന്താണ് സതി എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് അറിയോ? ഹിസ്റ്ററിയിലെല്ലാം പഠിക്കാനുണ്ടാവുമല്ലോ. അറിയാം മിസ്സേ, അറിയാം. എന്താണത്? പണ്ട് ഭർത്താവ് മരിച്ചാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും? അതേ ചിതയില് ഭാര്യയും കൂടെ മരിക്കുക എന്നുള്ളത് ഒരു ഉണ്ടായിരുന്നു, ഒരു മോശമായ ബ്രിട്ടീഷുകാരല്ലേ മിസ്സേ മാറ്റിയ സിസ്റ്റം. അത് നിർത്തലാക്കി. അതൊക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് വിശദമായി പഠിക്കാനുണ്ടാവും. നീ ഇതുവരെ പഠിച്ചില്ലേ സതി? എന്താണ്? ഭർത്താവ് മരിച്ച അതേ ചിതയില് തുള്ളി ഭാര്യയും കൂടെ മരിക്കുക, അതാണ് സതി. ശൈശവ വിവാഹോ അറിയാലോ? ശൈശവം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കുട്ടികളിലുള്ള വിവാഹം അല്ലേ? കല്യാണപ്രായമൊന്നും ആവാതെ കുട്ടികളെ വിവാഹം കഴിപ്പിക്കല് ശൈശവ വിവാഹം. നരബലി. നരൻ എന്ന് പറഞ്ഞ ആര്? നരൻ സിനിമ കണ്ടിട്ടില്ലേ? നരൻ എന്ന് പറഞ്ഞ ആരാ? നരബലി, മനുഷ്യന്റെ ബലി. ബലി പറഞ്ഞാൽ കൊല്ലുക. ഇപ്പം ആടുകളെയും പശുക്കളെയും അങ്ങനെ എല്ലാവരെല്ലാം കൊല്ലില്ല, കോഴീനെല്ലാം ബലിയർപ്പിക്കാറുണ്ട്. ഹിന്ദു ആചാരപ്രകാരമല്ലോ ദൈവത്തിന് നേർച്ച വെക്കാറുണ്ട്. അപ്പൊ അതുപോലെ നരബലി, മനുഷ്യന്മാരെ ബലി കഴിപ്പിക്കുന്നത്. പിന്നെയോ മൃഗബലി, മൃഗങ്ങളെ ബലി വയ്ക്കുന്നത് തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും. അനാചാരാന്നല്ലേ? മോശമായ ഒരാചാരാന്നത് അന്ധവിശ്വാസം. എന്താണ്? അതിൽ കാര്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവരുടെ സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പ്രചാരണം നൽകിയതും പത്രങ്ങളായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളായിരുന്ന ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം, അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, അയിത്തോച്ചാടനം, ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം, ക്ഷേത്രങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രവേശിക്കുക എന്നുള്ളത് ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യം. നെക്സ്റ്റ് അയിത്തോച്ചാടനം, അയിത്തം ഇല്ലാതെ, അതായത് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്നുള്ള അയിത്തം, അയിത്തോച്ചാടനം. ഹരിജനോദ്ധാരണം, ഹരിജനങ്ങൾക്കും എല്ലായിടത്തും തുല്യമായ ഒരുപോലെയുള്ള അവസ്ഥ. പിന്നെയോ മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മദ്യവർജനം തുടങ്ങിയവയുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഉണർവ് നൽകിയതും പത്രങ്ങൾ തന്നെ. അപ്പൊ പത്രങ്ങളിൽ ന്യൂസ് വായിച്ചാണ് ഇതൊക്കെ നമുക്ക് അറിവ് തന്നത്. ആ പാരഗ്രാഫ് കുറച്ച് അധികം ഉണ്ട് അല്ലേ? ഒന്നുകൂടി വായിക്കാം. അപ്പൊ നമ്മൾ ഇന്നെടുത്ത് ഒന്നുകൂടി വായിക്കാം. അങ്ങനെ ഓരോരുത്തരും സ്വന്തം താല്പര്യമനുസരിച്ച് പത്രവാർത്തകൾ അറിയാൻ ബന്ധപ്പെടുകയായി. ഉണർന്നാൽ ബെഡ് കോഫിയോടൊപ്പം പത്രവാർത്തകളും അറിയുക എന്നത് പൊതുവെ നമ്മുടെ ഒരു രീതിയായി തിരഞ്ഞെടുക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്. പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളതെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വർത്തമാന പത്രത്തിനോടുള്ള ഈ കമ്പത്തിന്റെ രഹസ്യം എന്താണ്? വിശേഷങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ സഹജ വാസന തന്നെ. എഴുത്തും വായനയും അറിയാതിരുന്ന പുരാതന കാലത്തും മനുഷ്യർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോഴെല്ലാം വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആശയവിനിമയത്തിന്റെ അനുക്രമമായ വികാസ പരിണാമമാണ് പത്രങ്ങൾ എന്ന് ചുരുക്കി പറയാം. ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്ക് കഴിഞ്ഞു. ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ ബോധവും സമരാവേശവും ത്യാഗസന്നദ്ധതയും ഉണ്ടാക്കി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി പത്രങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങളാണ്.
അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും പത്രങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സതി, ശൈശവ വിവാഹം, നരബലി, മൃഗബലി തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവരുടെ സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പ്രചാരണം നൽകിയതും പത്രങ്ങളായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളായിരുന്ന ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മദ്യവർജനം തുടങ്ങിയവയുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഉണർവ് നൽകിയതും പത്രങ്ങൾ തന്നെ. ഓക്കെ, അത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? അത് ഒന്ന് ആൻമരിയെ ഒന്ന് വായിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ ആൻമരിയെ ഒന്ന് കയറി കണ്ടതേ ഉള്ളൂ. ഇന്ന് നമ്മളെടുത്തത് അങ്ങനെ ഓരോരുത്തരും സ്വന്തം താല്പര്യമനുസരിച്ച് പത്രവാർത്തകൾ അറിയാൻ ബന്ധപ്പെടുകയായി. തുടർന്നാൽ മെറ്റ്കോഫിയോടൊപ്പം പത്രവാർത്തകളും അറിയുക എന്നത് പൊതുവെ നമ്മുടെ ഒരു രീതിയായി തീർന്നിരിക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം. പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളതെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വർത്തമാന പത്രത്തിനോടുള്ള ഈ കമ്പത്തിന്റെ രഹസ്യം എന്താണ്? വിശേഷങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ സഹജ വാസന തന്നെ. എഴുത്തും വായനയും അറിയാതിരുന്ന പുരാതന കാലത്തും മനുഷ്യർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോഴെല്ലാം വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആശയവിനിമയത്തിന്റെ അനുക്രമമായ വികാസ പരിണാമമാണ് പത്രങ്ങൾ എന്ന് ചുരുക്കി പറയാം. ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്ക് കഴിഞ്ഞു. ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും സമരാവേശവും ത്യാഗസന്നദ്ധതയും ഉണ്ടാക്കി അവരെ ദേശീയ സ്ഥാനത്ത് പങ്കാളികളാക്കാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി പത്രങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങളാണ്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും പത്രങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സതി, ശൈശവ വിവാഹം, നരബലി, മൃഗബലി തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവരുടെ സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പ്രചരണം നൽകിയതും പത്രങ്ങളായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തന പ്രസ്ഥാനങ്ങളായിരുന്ന ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യം, ഹരിജനോദ്ധാരണം, മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മദ്യവർജനം തുടങ്ങിയവയുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഉണർവ് നൽകിയതും പത്രങ്ങൾ തന്നെ. ഓക്കെ, അത്ര വരെ മനസ്സിലായോ എല്ലാവർക്കും? ഷോണു ഒന്ന് വായിച്ചോ. രണ്ടാളും കൂടെ വായിപ്പിച്ചിട്ട് നമുക്ക് ആദ്യം മറ്റേ പാരഗ്രാഫ് എടുക്കാം. ഇങ്ങനെ ഓരോരുത്തരും സ്വന്തം താല്പര്യം അനുസരിച്ച് പത്രവാർത്തകൾ അറിയാൻ ബന്ധപ്പെടുകയായി. ഉണർന്നാൽ മെറ്റ്കോഫിയോടൊപ്പം പത്രവാർത്തകളും അറിയുന്നത് പൊതുവെ നമ്മുടെ ഒരു രീതിയായി തീർന്നിരിക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്. പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളത് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വർത്തമാന പത്രത്തിനോടുള്ള ഈ കമ്പത്തിന്റെ രഹസ്യം എന്താണ്? വിശേഷങ്ങൾ അറിയാനുള്ള മനുഷ്യരുടെ സഹജവാസന തന്നെ. എഴുത്തും വായനയും അറിയാതിരുന്ന
പുരാതന കാലത്ത് മനുഷ്യർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോഴെല്ലാം വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആശയവിനിമയത്തിന്റെ അനുക്രമമായ വികാസ പരിണാമമായാണ് പത്രങ്ങൾ എന്ന് ചുരുക്കി പറയാം. ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്ക് കഴിഞ്ഞു. ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും സമരാവേശവും ത്യാഗസന്നദ്ധതയും ഉണ്ടാക്കി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി പത്രങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുകയും നശിപ്പിക്കുകയും ചെയ്തു വന്ന് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങളാണ്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ഉണർവ് എന്നർത്ഥേ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും പത്രങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സതി, ശൈശവ വിവാഹം, നരബലി, മൃഗബലി തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവരുടെ സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പ്രചരണം നൽകിയതും പത്രങ്ങളായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളായിരുന്ന ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം, അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മദ്യവർജനം തുടങ്ങിയവയുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഉണർവ് നൽകിയതും പത്രങ്ങൾ തന്നെ. ഓക്കെ, ദിയയും കൂടെ വായിച്ചോ. ദിയും ഫെയ്ത്തും കൂടെ രണ്ടും ആ ഭാഗം വായിച്ചു. അങ്ങനെ ഓരോരുത്തരും ദിയ വായിക്കാൻ തുടങ്ങിക്കോ. അങ്ങനെ ഓരോരുത്തരും സ്വന്തം താല്പര്യം അനുസരിച്ച് പത്രവാർത്തകൾ അറിയാൻ ബന്ധപ്പെടുകയായി. ഉണർന്നാൽ ബെഡ് കോഫിയോടൊപ്പം പത്രവാർത്തകളും അറിയുന്നത് പൊതുവെ നമ്മുടെ ഒരു രീതിയായി തീർന്നിരിക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്. പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളതെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വർത്തമാന പത്രത്തിനോടുള്ള ഈ കമ്പത്തിന് രഹസ്യം എന്താണ്? വിശേഷങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ സഹജവാസന തന്നെ. എഴുത്തും വായനയും അറിയാതിരുന്ന പുരാതന കാലത്തും മനുഷ്യർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോഴെല്ലാം വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആശയവിനിമയത്തിന്റെ അനുക്രമമായ വികാസ പരിണാമമാണ് പത്രങ്ങൾ എന്ന് ചുരുക്കി പറയാം. ആശയവിനിമയത്തിൽ പത്രങ്ങളേക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമര കാലത്ത് നമുക്ക് കഴിഞ്ഞു.
ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യബോധവും സമരാവേശവും ത്യാഗസന്നദ്ധതയും ഉണ്ടാക്കി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കാൻ പത്രങ്ങളിൽ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബാലഗംഗാധര തിലക്, ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതായി പത്രങ്ങൾ നടത്തുകയും പ്രചാരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങളാണ്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ വളർച്ചയിലും പത്രങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തി. പെയ്ത്ത് വായിച്ചോ? അതിന് ശേഷമുള്ളത് സതി ശൈശവ വിവാഹം എന്നുള്ളത് വേഗം എനിക്ക് അടുത്ത പാരഗ്രാഫ് എടുക്കണ്ടേന്ന്. പെയ്ത്ത് ഉണ്ടോ ആളാ? ഉണ്ട് മിസ്. വായിച്ചോ. സതി ശൈശവ വിവാഹം. മിസ് ഞാൻ ആദ്യം മുതൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വായിക്കണ്ട. സതി ശൈശവ വിവാഹം വായിച്ചേ. ശ്രദ്ധിച്ചില്ല അല്ലേ? ഇല്ല മിസ്, ഞാൻ അവിടെ മുതൽ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ലാസ്റ്റ് പാരഗ്രാഫിലതാ നമ്മ ഇപ്പൊ എടുത്ത ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് ഭാഗത സതി ശൈശവ വിവാഹം. കണ്ടോ? സതി ശൈശവ വിവാഹം, നരബലി, മൃഗബലി തുടങ്ങിയവ അന്ധവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായി രാജാറാം മോഹൻ റായ്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവരുടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് സാമൂഹ്യ വിപ്ലവ, ഞാനത് ഒരു വേടല്ല 2 വേടായിട്ടാണ് കണ്ടത്. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും പ്രചാരണം നൽകിയതും പത്രങ്ങളായിരുന്നു. കേരളത്തിലെ സാമൂഹിക പരിവർത്തന പ്രസ്ഥാനങ്ങളിലായിരുന്നു ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യം, ആയിത്തോച്ചാടനം, ഹരിജനോദ്ധരണം, മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മദ്യവർജനം തുടങ്ങിയവയുടെ വിജയ കാരണമായ പ്രവർത്തനത്തിന് ഉണർവ് നൽകിയതും പത്രങ്ങൾ തന്നെ. ആ ഒരു പാരഗ്രാഫ് മനസ്സിലായല്ലോ. ഇനി അടുത്ത പാരഗ്രാഫേ. സാമൂഹ്യ പുരോഗതിയുടെ നിർണായകമായ ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. എന്താണ്? സാമൂഹ്യ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളിൽ ഒന്നാണ്, അതായത് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. അതായത് നമ്മുടെ സാമൂഹ്യ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം എന്നാണ് അർത്ഥം. അത് മനുഷ്യരെ കൂട്ടിയിണക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലേ? പത്രങ്ങൾ നമ്മൾ അറിയുമ്പോൾ, ആശയവിനിമയം ചെയ്യുമ്പോൾ എന്താണ്? മനുഷ്യരെ കൂട്ടിയിണക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലേ മറ്റ് 2 വ്യക്തികളുമായിട്ടുള്ള ഇത് വരുന്നത്, സഹകരണം വരുന്നത്. ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരുടെ വ്യത്യസ്ത അഭിരുചികൾക്കനുസരിച്ച്, അഭിരുചി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടം അല്ലേ? മനുഷ്യരുടെ വ്യത്യസ്ത അഭിരുചിയാണ്, പല അഭിരുചികളാണ് പലർക്കും. അപ്പൊ വ്യത്യസ്ത അഭിരുചികൾക്കനുസരിച്ച് നാനാതരം വാർത്തകൾ, പലതരം അല്ലെ, നാനാതരം എന്ന് പറഞ്ഞാല് പലതരം വാർത്തകള് ഒന്നിച്ചു ചേർത്ത് ഒരു പത്രം തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന പ്രക്രിയ ലോകത്തിൽ ആദ്യം നടപ്പാക്കിയ രാജ്യം ചൈനയാണെന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള തൻ്റെ വൃത്താന്ത പത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള പത്രങ്ങൾ അച്ചടിച്ചിറക്കാൻ തുടങ്ങിയത് 17-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? സാമൂഹ്യ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. അത് മനുഷ്യരെ കൂട്ടിയിണക്കുകയും, എന്താ ഈ ആശയവിനിമയം? മനുഷ്യരെ കൂട്ടിയിണക്കുകയും ഐക്യപ്പെടുത്തുകയും അല്ലെ, ഒന്നായി ചേരാനും ഐക്യപ്പെടുത്താനും ചെയ്യും.
ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരുടെ വ്യത്യസ്ത അഭിരുചികൾക്കനുസരിച്ച് നാനാതരം വാർത്തകൾ ഒന്നിച്ചു ചേർത്ത് ഒരു പത്രം തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന പ്രക്രിയ ലോകത്തിൽ ആദ്യം നടപ്പിലാക്കിയത് ആരാന്നാ പറഞ്ഞത്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള തന്റെ വൃത്താന്ത പത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ച കാര്യമാണ് പറഞ്ഞത്. എന്ത്? നാനാതരം വാർത്തകൾ ഒന്നിച്ചു ചേർത്ത് ഒരു പത്രം തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന പ്രക്രിയ ലോകത്തിൽ ആദ്യം നടപ്പിലാക്കിയത് ചൈനയാണെന്നാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള തന്റെ വൃത്താന്ത പത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചത്. എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള പത്രങ്ങൾ അച്ചടിച്ചിറക്കാൻ തുടങ്ങിയത് 17ാം നൂറ്റാണ്ടിലാണെന്നാണ് പറയുന്നത്. അല്ലെ? അത്രയേ ഉള്ളൂ അതിന്. ആര്? രാമകൃഷ്ണപിള്ളയുടെ വൃത്താന്ത പത്രം എന്ന ഗ്രന്ഥത്തില് എന്താണ് പറയുന്നത്? ആദ്യമായിട്ട് വാർത്തകൾ, ആദരം വാർത്തകളുണ്ട്, അച്ചടിച്ചിറക്കിയത് ചൈനയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലതാണ് പറയുന്നത്. പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി കൊൽക്കത്തയിൽ നിന്ന് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റ് അഥവാ കൽക്കത്ത ജനറൽ അഡ്വർടൈസർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. അണ്ടർലൈൻ ചെയ്തോ? ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? കൽക്കത്ത ജനറൽ അഡ്വർടൈസർ അല്ലെങ്കിൽ ബംഗാൾ ഗസറ്റ്, അല്ലെ? അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. എങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ പത്രാധിപത്യത്തിൽ ഇന്ത്യയിൽ നിന്നിറങ്ങിയ ആദ്യത്തെ വർത്തമാന പത്രം എന്ന ബഹുമതി 1816 ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റിനാണ്. അതിലും ഇത് ബംഗാൾ ഗസറ്റ് അഥവാ കൽക്കത്ത ജനറൽ അഡ്വർടൈസർ എന്നാണ് ആദ്യത്തെ പത്രം പറഞ്ഞത്, അല്ലെ? ബംഗാൾ ഗസറ്റിനാണെന്ന് തന്നെ പറഞ്ഞത്. ഇത് 1816 ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞു, അല്ലെ? എന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ എങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ പത്രാധിപത്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയ ആദ്യത്തെ വർത്തമാന പത്രം ബംഗാൾ ഗസറ്റ്. ആ ബഹുമതി നേടിയെടുത്തത് ബംഗാൾ ഗസറ്റ് എന്ന പത്രമാണ്. ഗംഗാധർ ഭട്ടാചാരി ആയിരുന്നു ഇതിന്റെ പത്രാധിപര്. ഗംഗാധർ ഭട്ടാചാരി. അണ്ടർലൈൻ ചെയ്യണേ അതൊക്കെ. ഏത്? ബംഗാൾ ഗസറ്റ്, ഭട്ടാചാരി, ഗംഗാധർ ഭട്ടാചാരി ആയിരുന്നു ഇതിന്റെ പത്രാധിപര്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണെന്നും അതല്ല റവറന്റ് ജോർജ് മാത്തന്റെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാന നിക്ഷേപമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ. 2 അഭിപ്രായങ്ങളുണ്ട്. ഏതൊക്കെ? ഒന്ന്, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണെന്നും അതല്ല റവറന്റ് ജോർജ് മാത്തന്റെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാന നിക്ഷേപമാണെന്നും വ്യത്യസ്ത 2 അഭിപ്രായങ്ങൾ ഉണ്ട്. ഡോക്ടർ ഗുണ്ടർട്ടിന്റെ പശ്ചിമോദയവും ഈ കാലഘട്ടത്തിൽ തന്നെ പിറന്ന ഒരു വാർത്താ മാസികയാണ്. മതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് മിഷണറിമാരായ ഇവർ പത്രം തുടങ്ങിയത്. എന്നാൽ മതപരമല്ലാത്ത വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പത്രം 1860 കൊച്ചിയിൽ നിന്ന് ഗുജറാത്തി വ്യവസായിയായിരുന്ന ദേവ്ജി ഭീംജി ആരംഭിക്കുകയുണ്ടായി. ദേവ്ജി ഭീംജി പേര് ആരംഭിക്കുകയുണ്ടായി. കേരളമിത്രം എന്നായിരുന്നു ഇതിന്റെ പേര്. അപ്പൊ അതിന്റെ പേരെന്താണ്? കേരളമിത്രം. എത്രയിലാണ്? 1860. ആരാണ്? വ്യവസായിയായിരുന്ന, ഗുജറാത്തിലെ വ്യവസായിയായിരുന്ന ദേവ്ജി ഭീംജി ആണ് അത് കേരളമിത്രം എന്ന പത്രം ആരംഭിച്ചത്. കേരള പത്രിക, പശ്ചിമ താരക, സത്യനാഥ കാഹളം, കേരള സഞ്ചാരി, നസ്രാണി ദീപിക, സ്വദേശാഭിമാനി, മലയാളി, മലയാള മനോരമ തുടങ്ങിയവ ആദ്യകാല മലയാള പത്രങ്ങളിൽ പെടുന്നു. അപ്പൊ ഇതിലേതാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഇപ്പൊ ഞാൻ വായിച്ചതിൽ ഏതാണ് ഇപ്പോഴും നിലവിലുള്ള പത്രം? മലയാള മനോരമ. ഓക്കെ, ഷോൺ കറക്റ്റ് ആണ്. മലയാള മനോരമ ഇപ്പോഴും ഉണ്ട്, അല്ലേ? മലയാള മനോരമ ഇല്ലേ? പത്രം വായിക്കാറുണ്ടോ മക്കളെ? പത്രം കാണാറില്ലേ? മലയാള മനോരമ ഉണ്ട്. ഓക്കെ, കറക്റ്റ്. മലയാള മനോരമ ആയിരുന്നു, അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ച 2 പാരഗ്രാഫിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നുകൂടി വായിക്കാം. സാമൂഹ്യ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. അത് മനുഷ്യരെ കൂട്ടിയിണക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു.
അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരുടെ വ്യത്യസ്ത അഭിരുചികൾക്കനുസരിച്ച് നാനാതരം വാർത്തകൾ ഒന്നിച്ചു ചേർത്ത് ഒരു പത്രം തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന പ്രക്രിയ ലോകത്തിൽ ആദ്യം നടപ്പാക്കിയ രാജ്യം ചൈനയാണെന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള തന്റെ വൃത്താന്ത പത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. കുറച്ച് വലിയൊരു ഇതാണ്, ഫുൾ സ്റ്റോപ്പ് വരാൻ കുറെ പണിയുണ്ട്. എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള പത്രങ്ങൾ അച്ചടിച്ചിറക്കാൻ തുടങ്ങിയത് 17-ാം നൂറ്റാണ്ടിലാണ്. പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി കൊൽക്കത്തയിൽ നിന്ന് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റ് അഥവാ കൽക്കത്ത ജനറൽ അഡ്വർടൈസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. എങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ പത്രാധിപത്യത്തിൽ ഇന്ത്യയിൽ നിന്നിറങ്ങിയ ആദ്യത്തെ വർത്തമാന പത്രം എന്ന ബഹുമതി 1816 ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റിനാണ്. ഗംഗാധർ ഭട്ടാചാര്യ ആയിരുന്നു ഇതിന്റെ പത്രാധിപർ. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണെന്നും അതല്ല റവറന്റ് ജോർജ് മാത്തറിന്റെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാന നിക്ഷേപമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഡോക്ടർ ഗുണ്ടട്ടിന്റെ പശ്ചിമോദയവും ഈ കാലഘട്ടത്തിൽ തന്നെ പിറന്ന ഒരു വാർത്താമാസികയാണ്. മതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് മിഷണറിമാരായ ഇവർ പത്രം തുടങ്ങിയത്. എന്നാൽ മതപരമല്ലാത്ത വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പത്രം 1860 കൊച്ചിയിൽ നിന്ന് ഗുജറാത്തി വ്യവസായിയായിരുന്ന ദേവ്ജി ഭീംജി ആരംഭിക്കുകയുണ്ടായി. കേരളമിത്രം എന്നായിരുന്നു ഇതിന്റെ പേര്. കേരള പത്രിക, പശ്ചിമതാരക, സത്യനാഥ കാഹളം, കേരള സഞ്ചാരി, നസ്രാണി ദീപിക, സ്വദേശാഭിമാനി, മലയാളി, മലയാള മനോരമ തുടങ്ങിയവ ആദ്യകാല മലയാള പത്രങ്ങളിൽ പെടുന്നു. അല്ലേ? ഇത്രയാണ് ആ 2 പാരഗ്രാഫിൽ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെയാണ് എടുത്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത് നിങ്ങൾ നല്ലോണം വായിക്കണം. കുറച്ച് അധികം ഉണ്ട് പാരഗ്രാഫിൽ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അത് വായിക്കണം. ഇപ്പം നമുക്ക് ഒരാളെ വായിപ്പിക്കാൻ സമയമില്ല, 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പം നല്ലപോലെ ഈ പാഠം വായിക്കണേ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇനി 2 പാരഗ്രാഫും കൂടെ എടുത്താൽ ആ പാഠം നമുക്ക് ഫിനിഷ് ആവും. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നോ മിസ്? ഈ ശ്രീകൃഷ്ണനും കുചേലനും എന്നുള്ള പാഠത്തിന്റെ തന്നോ? ഞാൻ ഇല്ലല്ലോ. അതിന് രണ്ടും നോക്കട്ടെ. തന്നോ? എഴുതിയിട്ടുണ്ടോ നോട്ടില് ഷോനെ? ഒരു മിനിറ്റ് മിസ്, നോട്ട് ഒന്ന് എടുത്തോട്ടെ. നോക്കിട്ട് വാ. വെയിറ്റ്. വൺ മിനിറ്റേ ഉള്ളൂ, വേഗം കേട്ടോ. ഇല്ല അല്ലേ? അതിന് തൊട്ട്